മുസ്ലിം ആകാൻ വേണ്ടി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ അത്ഭുതപ്പെടാറില്ല സഹോദരങ്ങളെ? എത്ര എത്ര ബുദ്ധിയുള്ള വലിയ വലിയ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കപ്പെടുന്ന മനുഷ്യർ, അവർക്ക് വലിയ ബുദ്ധിയുണ്ട്, വലിയ ഭൗതികമായ ബുദ്ധിയുണ്ട്. ചില ആളുകൾ അവരുടെ ബുദ്ധി വൈഭവം കൊണ്ട് ദൂരങ്ങളിലേക്ക് റോക്കറ്റുകൾ പറത്തിവിടുന്നു. പക്ഷെ അത് പറത്തുന്നതിന് മുൻപ് 1 രൂപയുടെ നാരങ്ങ മുറിച്ചു വെച്ച് അതിനു മുൻപിൽ കാണിക്ക വെച്ചാൽ മാത്രമേ ഈ റോക്കറ്റ് പറക്കൂ എന്ന് ധരിക്കുന്ന അന്ധവിശ്വാസത്തിലാണ് അവൻ അകപ്പെട്ടിരിക്കുന്നത്. ഇനി റോക്കറ്റ് പറത്താനുള്ള ബുദ്ധിയുണ്ട്, പക്ഷെ ഈ നാരങ്ങക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യം തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ല. വജ്തബാന, അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മനുഷ്യന് ഈ ബുദ്ധി ഇല്ലെങ്കിൽ അവൻ കുരങ്ങിനേക്കാൾ ബുദ്ധിയില്ലാത്തവനാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വലഖദ് ദറഅനാ ലജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അയൂനുൻ ലാ യുബ്സിറൂന ബിഹാ ഉലൈക കൽ അൻആം. മനുഷ്യരിലും ജിന്നുകളിലും നാം നരകത്തിനു വേണ്ടി പടച്ച ചില ആളുകളുണ്ട്. ഹൃദയമുണ്ട് അവർക്ക്, പക്ഷെ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. കണ്ണുകളുണ്ട്, പക്ഷെ അതുകൊണ്ട് കാണുന്നില്ല. ചെവികളുണ്ട്, അതുകൊണ്ട് കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബുദ്ധിയില്ലാത്ത പോത്തിനെയും പശുവിനെയും ഒട്ടകത്തിനെയും ഒക്കെ പോലെയാണ്. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല പറ ബൽ ഹും അദൽ, അല്ല, അവർ ഈ കന്നുകാലികളെക്കാൾ വഴിപഴിച്ച അവസ്ഥയിലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തന്ന ഹിദായത്ത് അത്ര വലുതാണ്. ഇസ്ലാം എന്ന നിഅമത്ത് അതിനു ബദീലായി, അതിനു പകരമായി ദുനിയാവിലെ ഒരു സുഖവുമില്ല. ഇസ്ലാം ഏറ്റവും വലിയ നിഅമത്ത്. അതിനേക്കാൾ വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിന്നെ കൊണ്ട് ചോദിപ്പിക്കുമായിരുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിപ്പിക്കുന്നതിന് പകരം അള്ളാഹു അത് ചോദിപ്പിക്കുമായിരുന്നു. ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമാണ്.